8 മാസം മുൻപ്, അതായത് പുതുവർഷം പിറന്ന 18-ാം ദിനം ഇരുട്ടിലായി പോയ 2 പെൺകുട്ടികളും ഒരച്ഛനും. അയൽവാസിയായ ബോൺ ക്രിമിനൽ ഋതു ജയൻ കൊന്ന് പകവീട്ടിയപ്പോൾ ബാക്കിയായി പോയ മനുഷ്യരാണ്. ചേന്നമംഗലത്തെ കൂട്ടക്കൊലപാതകം നടന്നിട്ട് 8 മാസം. പ്രായപൂർത്തിയാകാത്ത പെൺമക്കളുടെ കൺമുൻപിലിട്ട് പെറ്റമ്മയെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും തലക്കടിച്ചു കൊന്നു. അച്ഛനെ ക്രൂരമായി ആക്രമിച്ചു. മനസാക്ഷി മരവിപ്പിക്കുന്ന ചേന്നമംഗലം കൂട്ടക്കൊലപാതകം. ചോരപ്പാടുമായാത്ത ജിതിന്റെ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി പോയി. മുറിവുണങ്ങാതെ മരവിച്ച കുറച്ചു മനുഷ്യർ. റീവിസിറ്റിംഗ് ദ ക്രൈം സീൻ. ഇക്കഴിഞ്ഞ ജനുവരി 18 ഒരു നടുക്കുന്ന ഓർമ്മയാണ്. നാടിനെ നടുക്കിയ ചേന്നമംഗലം കൂട്ടക്കൊലപാതകം നടന്ന ദിവസം. അയൽവാസിയെ ഋതു ജയന്റെ ക്രൂരതയ്ക്കിരയായി കൊല്ലപ്പെട്ടത് ഒരു കുടുംബത്തിലെ 3 പേർ. അന്ന് ആക്രമണത്തിനിരയായെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ വിനീഷയുടെ ഭർത്താവ് ജിതിൻ. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നത് കൺമുന്നിൽ നോക്കി നിൽക്കേണ്ടി വന്ന 11ഉം 6ഉം വയസ്സുള്ള പെൺമക്കൾ. മറക്കാനാവാത്ത നോവോർമ്മയാണ്. ഈ കൊലപാതകം നടന്ന വീടിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇന്നും അവരുടെ തേങ്ങലുകൾ കേൾക്കാം. സംഭവം നടക്കുന്നതിന് 2 ദിവസം മുൻപ് ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയ ജിതിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അയൽവാസിയെ ഋതു വീട്ടിലേക്ക് പാഞ്ഞെത്തിയത്. നിസ്സാര കാര്യം പറഞ്ഞ് ഋതു മുൻപും പേരെപ്പാടം കാട്ടിപ്പറമ്പിലെത്തി കൊലവിളി നടത്തിയിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതായി പലരും പലകുറി പരാതി പറഞ്ഞിട്ടുമുണ്ട്. വീടിന്റെ അകത്ത് ഇവിടെ ഇപ്പൊ പൂച്ച ഇപ്പൊ പട്ടിയുടെ പേരും പറഞ്ഞാണ് ഇപ്പൊ ഇവിടെ വന്ന് ഒച്ചപ്പുണ്ടാക്കണത്. തല്ലാൻ വന്നിട്ടുണ്ട്, തല്ലാൻ. അന്നൊരു വ്യാഴാഴ്ച വൈകുന്നേരം, സമയം 6:30. ഇരുമ്പ് വടി കൊണ്ട് തൊട്ടടുത്ത വീട്ടിലെത്തി. ആദ്യം കൊലവിളി, പിന്നീട് ക്രൂരമായ ആക്രമണം. ഋതു ആദ്യം ആക്രമിച്ചത് വിനീഷയെയാണ്. ഇതിനു പിന്നാലെ വിനീഷയുടെ മാതാപിതാക്കളായ വേണുവിനെയും ഉഷയെയും ആക്രമിച്ചു. ആക്രമണം തടയാനെത്തിയ ജിതിനെ തലക്കടിച്ചു വീഴ്ത്തി. ക്രൂരത കണ്ട് സഹിക്കവയ്യാതെ ആ പെൺമക്കൾ അലറി വിളിച്ചു. ശേഷം ഇരുചക്ര വാഹനമെടുത്ത് പുറത്തേക്ക്. വഴിയിൽ കണ്ടവരോട് ലാഘവത്തോടെ കൃത്യം നടത്തിയെന്നറിയിച്ചു. ചേച്ചി എന്നോട് ചോദിക്കണം, അപ്പം മണിയൊന്നും അറിഞ്ഞില്ലേ, TV വെച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞില്ല. എന്തേന്ന് വെച്ചാൽ പറഞ്ഞു ഇങ്ങനെ പേരപ്പാടത്ത് ഇന്ന പോലെ ഒരു സംഭവം നടന്നേക്കണ്. 3 പേരപ്പം തന്നെ മരിച്ചിട്ടുണ്ട്. ഒരാളെ ഭയങ്കര സീരിയസ് ആയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പം ഞാൻ ചോദിക്കണേ, പേരപ്പടുത്ത് ഞാൻ അറിയാത്തത് ആരാ ചേച്ചി? ഇതേ TV ന്യൂസ് കാണിക്കണെന്ന് പറയണേ. അപ്പം ഞാൻ വേഗം അങ്ങോട്ട് ചെല്ലണ എന്താന്ന് നോക്കാന്ന് ഓർത്ത് ഞാനിങ്ങനെ ചെന്ന വശം ഈ ഫോണിലേക്ക് ഈ TV ഇങ്ങനെ നോക്കണ സമയത്തുണ്ടല്ലോ മാഡം, ഈ 3 പേരെ കാണിക്കുന്നുണ്ട്. അച്ഛനും മോളേനെ ആദ്യം കണ്ടത്. ഞാനിങ്ങനെ മറിഞ്ഞ് പോകണ സമയത്ത് ഞാനിങ്ങനെ നിന്നിട്ടേ പിന്നെയാണ് ഇവിടെ ഫോട്ടോസ് ഇതൊക്കെ ഞാനപ്പോൾ ഈ ചേച്ചിനോട്, ചേച്ചി ഇതെൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് തീർന്നില്ല. അത്രയും ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്കൊന്നും അറിയണില്ല. ഈ സംഭവം നടക്കുമ്പോൾ അവൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ അവരൊരു അമ്മയാണെന്ന് എനിക്ക് സംശയമാണ്. കാരണം ഇത്രയും സംഭവം നടന്ന് ഇത്ര എണ്ണങ്ങളെ ഈ മാതിരി ആക്കുന്നത് വരെയും അവരാ മുറ്റത്ത് നിന്നിട്ട് അവർക്ക് ഒന്ന് ഉച്ച വെച്ചാൽ മതി, ആരെങ്കിലുമൊക്കെ ആ സമയത്ത് വരും. അതവർ ചെയ്തില്ല. കൊലപാതകത്തിന് പിന്നാലെ പോലീസ് ഋതുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ബംഗളൂരുവിൽ ജോലി ചെയ്തിരുന്ന പ്രതി കൊലയ്ക്ക് 2 ദിവസം മുൻപായിരുന്നു നാട്ടിലെത്തിയത്. ആക്രമണം നടത്തുന്ന സമയത്ത് ഇയാൾ മദ്യമോ ലഹരിയോ ഉപയോഗിച്ചിരുന്നില്ലെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞിരുന്നു. മാനസികമായി പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തിയല്ല ഇയാളെന്നും പരിശോധനയിൽ വ്യക്തം. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ പ്രതിയെ ആലുവ സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. ബൈക്ക് മോഷണം, സ്ത്രീയെ പിന്തുടർന്ന് ശല്യം ചെയ്യുക തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് ഋതു.
2 മാസത്തെ തീവ്ര ചികിത്സയ്ക്ക് ശേഷം ജിതിൻ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി, മക്കൾക്ക് വേണ്ടി. ഇനിയും ജീവിതം മുന്നോട്ട് പോകാൻ ജിതിന് ഒരു ജോലി വേണം. പക്ഷേ ശരീരം പഴയതുപോലെ ആകേണ്ടതുണ്ട്. അതിനായി ചികിത്സ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പം ഫിസിയോതെറാപ്പിയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു 2 മാസം, ഇനിയിപ്പോൾ 2 മാസം കഴിയുമ്പോൾ ഒന്നുകൂടെ പോകണം ആസ്റ്ററിൽ ചെക്കപ്പിന്. ആദ്യം 1 മാസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞ് പോയി. അതിനുശേഷം 2 മാസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞ് പോയി. ഇനി 3 മാസം, ഇനി നവംബറിൽ പോകണം. ചേന്നമംഗലം കൂട്ടക്കൊലപാതകത്തെക്കുറിച്ചോർക്കുമ്പോൾ ഏതൊരാളുടെയും നെഞ്ചു പിടയും. കാരണം ആ മക്കളുടെ നിലവിളി അത്ര പെട്ടെന്നൊന്നും മായുന്നതല്ല. അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും എന്ന് തിരിച്ചെത്തുമെന്ന ചോദ്യത്തിന് ആർക്ക് എന്തു മറുപടി നൽകാനാകും? പകരം വയ്ക്കാൻ കഴിയുന്നതല്ലോ പെറ്റമ്മയെ. ഈ ചെറിയത് അതിനറിയില്ലെന്ന് തോന്നണേ. ചെറുത് ചോദിക്കും ഇങ്ങനെ ഒരു ദിവസം എന്നോട് ചോദിച്ചതുപോലെ, അമ്മ എപ്പോഴാ വരാ അച്ഛമ്മയാ? എനിക്ക് എന്ത് പറയണമെന്ന് അറിയണില്ല. അപ്പം ഞാൻ അതിനങ്ങനെ വിഷയം മാറ്റിവിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ അത് ചോദിക്കേണ്ട, ഉഷാമാമ എവിടെയാ അച്ഛമ്മേ, കണ്ണച്ചാച്ചൻ എവിടെയാ? അതായത് വിനീഷയുടെ അച്ഛനും അമ്മയാണ് പറഞ്ഞത്. കാരണം ഇവരവിടെ ഇരുന്നല്ലോ. ഈ അച്ഛനും അമ്മയെന്നൊക്കെ പറഞ്ഞാൽ ഈ പിള്ളേരാ അങ്ങനെ കൊണ്ട് നടന്നിരുന്നത്. പിന്നെ അപ്പം അതുങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾക്കതൊരു എന്താ പറയുക, ഒരു ദിവസമെങ്കിലും നമ്മളുടെ കണ്ണെന്നറിയാത്തൊരു ദിവസം ഉണ്ടായിട്ടില്ല. ഇപ്പം 5-8 മാസമായെങ്കിലും അവന് തൂക്കുകാരെ കുറഞ്ഞൊരു ശിക്ഷ അവന് കൊടുക്കരുത്. അത് തന്നെയാണ് ഇവിടെ എല്ലാവരുടെയും ആഗ്രഹം. അതിൽ കുറഞ്ഞ എന്ത് ശിക്ഷയാണ് അവന് കൊടുക്കാൻ പോണം, അത് തന്നെ കിട്ടണം പോലെ. കുടുംബത്തെ, അവരുടെ സന്തോഷങ്ങളെ, പ്രതീക്ഷകളെ ഇല്ലാതാക്കിയ ആ നരാധമന് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ നൽകണം. ഇത് ഹൃദയമുള്ളവരുടെയും ആവശ്യമാണ്, അപേക്ഷയാണ്. ക്യാമറമാൻ ബിനു തോമസിനൊപ്പം സ്നേഹാമോൾ ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.